നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ സായം സന്ധ്യാവന്ദനം. ഇന്ന് ഭാരതമെമ്പാടും ഭാരതീയരെവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം രണ്ട് കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി തന്നെ ജനത ഭാരതീയരെ തിരിച്ചറിയുന്നു. നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ പൈതൃകത്തോട്, നമ്മുടെ സംസ്കാരത്തോട്, നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ പൈതൃകത്തോട്, നമ്മുടെ സംസ്കാരത്തോട് അതുമായിട്ട് നിരന്തരം നന്മയുടെ പന്ഥാവിലൂടെ മുമ്പോട്ട് പോകുന്ന വ്യക്തികളെക്കുറിച്ചും ഈ പറഞ്ഞ മൂന്നും, നമ്മുടെ സംസ്കാരം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പൈതൃകം, അതിനെ തകർത്തെറിയാനായിട്ട് പ്രവർത്തിക്കുന്നവര്, അവരെക്കുറിച്ചും ശരിക്ക് ശക്തമായ രീതിയിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ഭാരതീയര്, ലോകമെമ്പാടുമുള്ള ജനങ്ങള്, ഭാരതത്തെ സ്നേഹിക്കുന്നവരും അതിനെതിരെ നിൽക്കുന്നവരും, എല്ലാവരുമല്ല, ഭാരതത്തെ സ്നേഹിക്കുന്നവരും ഭാരതത്തെ വെറുക്കുന്നവരും, ഭാരതീയർ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നന്മയുടെ ഭാഗത്ത് അവർ ചിന്തിക്കുന്നു. ഈ കൊറോണ വന്നപ്പോൾ കുറെ അധികം വ്യക്തികള്, ഭാരതീയര്, ഭാരതത്തിന്റെ സമുജ്വലമായിട്ടുള്ള കർമ്മപന്ഥാവുകളിലൂടെ നമ്മൾ എങ്ങനെയാണ് കൊറോണയെ ശരിക്കും കീഴടക്കിയത്, ലോകം അത്ഭുതത്തോടുകൂടി ഭയപ്പെട്ട് നിന്നപ്പോൾ നമ്മൾ എങ്ങനെ അത് കീഴടക്കി എന്നുള്ളത് അക്ഷരാർത്ഥത്തില് നമ്മളുടെ ഭാരതീയർ അഭിമാനത്തോടുകൂടി ഒരു വിഭാഗം മാറി നിന്നു. ബാക്കിയുള്ളവര് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ആ കൊറോണയുടെ കാലം കഴിഞ്ഞ് ഭാരതം എല്ലാ ദിവസവും വികസിക്കുന്നതിന്റെ, ഇൻഡസ്ട്രിയലി, സയന്റിഫിക്കലി ഉയരുന്നതിന്റെയും ലോക മാധ്യമങ്ങളിൽ ഭാരതത്തിന് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുമ്പോൾ അതിലൂടെയും ഭാരതീയർ വളരെ കാര്യമായിട്ട് പുനർവിചിന്തനത്തിന് വിധേയമാക്കി. അതുകൂടാതെ UNOയിലാണെങ്കിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലാണെങ്കിലും അമേരിക്കയിലോ റഷ്യയിലോ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും റഷ്യൻ പ്രസിഡന്റുമായിട്ടും ഫ്രാൻസുമായിട്ടും എല്ലാമുള്ള കാര്യത്തിൽ ഭാരതം ഇങ്ങനെ തിളങ്ങി വിളങ്ങുമ്പോഴും ഭാരതീയര്, ഭാരതത്തെ അനുകൂലിക്കുന്നവരും ഭാരതത്തെ എതിർക്കുന്നവരും, അകത്തുള്ളവരും പുറത്തുള്ളവരും, വളരെ കാര്യമായിട്ടുള്ള നമ്മുടെ നാടിനെ കുറിച്ച് 75 വർഷം ചിന്തിക്കാത്തവര്, കാര്യമായിട്ടൊന്നും ചിന്തിച്ച് പ്രതികരിക്കാത്തവരെല്ലാം ചിന്തിക്കാനും പ്രതികരിക്കാനും തുടങ്ങി. അതുകൂടാതെ ഇപ്പൊ രാമക്ഷേത്രമായാലും പ്രധാനമന്ത്രിയുടെ കേദാർനാഥ ക്ഷേത്ര യാത്രയാണെങ്കിലും, സിന്ധു നദീതടമാണെങ്കിലും, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണെങ്കിലും, സരോവർ ആണെങ്കിലും, അനവധി കാര്യങ്ങളിലെ ജനങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. അതിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഭാരതത്തിന്റെ ശത്രുക്കളും മിത്രങ്ങളും, അകത്തുള്ളവരും പുറത്തുള്ളവരും. അത് വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ബിപിൻ റാവത്തിന്റെ അകാല ദേഹവിയോഗം, അപമൃത്യു, അപകടമരണം വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണം, ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരതത്തെ വെറുക്കുകയും ചെയ്യുന്ന അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അവരുടെ പ്രതികരണം മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ്, ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. അതായത് ഭാരതത്തിനകത്ത് ഈ നാടിനെ തകർക്കാനും ഈ നാടിനെ ശരിക്കും അവഹേളിക്കാനും നാടിന്റെ ശത്രുക്കളെ വളർത്താനും ഇവിടെ ആൾക്കാരുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരും അതിനകത്ത് പെടുന്നുണ്ട്. അതാണ് അത്ഭുതകരമായ പേരില് നോക്കുകയാണെങ്കിൽ 3 മതത്തിൽപ്പെട്ടവരും, അവരുടെ വിശ്വാസമോ ബാക്കിയുള്ള കാര്യത്തിലേക്കോ അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് വരുന്നുണ്ട്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെ ഭാരതം 2, 3, 4 ദിവസങ്ങളായിട്ട് കടന്നു പോകുമ്പോൾ ഭാരതം എന്ന രാഷ്ട്രം യഥാർത്ഥത്തിൽ ലോക ജനതയുടെ, ഞാൻ ലോക ജനത എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഭാരതത്തെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാരല്ലാത്തവരോ ആരും ആവട്ടെ, അങ്ങനെയുള്ള ജനതയുടെ മുമ്പിൽ ഭാരതം ഇന്ന് വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റ്, അത് തീർച്ചയായിട്ടും പോസിറ്റീവിൽ തന്നെ അവസാനിക്കും, വളരെ പോസിറ്റീവിൽ തന്നെ അവസാനിക്കും. ഏത് ഭൂമി കുലുക്കവും ഭാരതത്തെ ബാധിക്കില്ല. അത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, പിന്നെ അങ്ങനെ പല മരണവും കൊലപാതകവും എല്ലാം കടന്നു പോകുമ്പോഴും ഭാരതം അന്നുള്ളതിനേക്കാൾ വിഘടിച്ചു നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോ. മതത്തിന്റെ പേരില് മതത്തെ അധികാരത്തിന് വേണ്ടി വളർത്തിയവര് മതത്തിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ രാഷ്ട്രദ്രോഹം ചെയ്യുന്ന ഈ കാലഘട്ടത്തില് ഇപ്പൊ യഥാർത്ഥത്തില് അത് ഈ ഭഗവത്ഗീതയുടെ ക്ലാസിന്റെ മുമ്പിൽ പറയാൻ കാരണം, ഇന്ന് ലോകത്തിന് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്താൽ എടുക്കാനുള്ളത് എടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ലോകം നിൽക്കുന്നത്. അതിന്റെ ലാസ്റ്റ് പാർട്ടാണ് യഥാർത്ഥത്തില് മിലിറ്ററിയുടെ ഏറ്റവും മുകളിലിരുന്ന വ്യക്തിയുടെ ദേഹവിയോഗം ലോക ജനത എങ്ങനെ കണ്ടു വിലയിരുത്തി എന്നുള്ളത്. ചിത കത്തിക്കുന്നതും മന്ത്രം ചൊല്ലുന്നതും ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നതും ഒക്കെ അടിച്ചു പൊളിച്ച് ലൈവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാണ്. ശരിക്ക് നമ്മുടെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുന്നത് ഭൂമി പൂജ കാണിക്കുന്ന മാതിരി, സെൻട്രൽ വിസ്ത കാണിച്ച മാതിരി, നർമ്മദ പ്രോജക്റ്റ് അത് കാണിച്ച മാതിരി, അതുപോലെ മിലിറ്ററിയുമായിട്ടും BSFുമായിട്ട് അമിത്ഷായും അതുപോലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമെല്ലാം അവരുടെ കൂടെ ഇരിക്കുന്നതൊക്കെ ലോകം കാണുന്ന മാതിരി, അതെല്ലാം ജീവിതത്തിന്റെ വശമാണ്. ജീവിതത്തിന് ശേഷമുള്ള വശമാണ് ഇന്നലെ കണ്ടത്. ആ മരണവും ഒരുമിച്ച് ജനത സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ദമ്പതികളുടെ ശവദാഹം നടത്തിയതും എല്ലാം ലോകം ശ്രദ്ധിക്കുന്നു. മറ്റേത് രാജ്യത്തിൽ ഇതുപോലെ നടന്നാലും അവരുടെ മതാചാര പ്രകാരമുള്ള ചില ചടങ്ങുകൾ കാണിക്കല്ലാതെ അടിമുടി ലോകത്തിൽ എല്ലായിടത്തും ഇരിക്കുന്ന ഭാരതീയർക്കും ഭാരതത്തെ സ്നേഹിക്കുന്നവർക്കും വെറുക്കുന്നവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ, പോക്കറ്റിലുള്ള മൊബൈൽ ഫോണിലൂടെ കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു സംവിധാനം ജഗതീശ്വരനും പ്രകൃതി ദേവിയും ഭാരതമാതാവും ഋഷീശ്വരന്മാരും സനാതന ധർമ്മത്തിന്റെ ചിന്താധാരകൾ ലോകസമക്ഷം സമർപ്പിച്ചവരും അവര് മനസ്സുകൊണ്ട് എന്ത് പ്രതീക്ഷിച്ചോ അത്, എന്തെല്ലാം നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും വലിയൊരു പോസിറ്റീവ് ഇന്ന് ഭാരതം ലോകത്തിന്റെ നെറുകയിൽ ഒരു സിന്ദൂരപ്പൊട്ട് മാതിരി നിലനിൽക്കുന്നു. മറ്റേത് മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ജീവിത ശൈലി ഇവിടെ ഉണ്ട്. ജനനം മുതൽക്ക് മരണം വരെ കൃത്യമായിട്ട് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് അടുക്കും ചിട്ടയുമുള്ളത്. ശരിക്ക് അദ്ദേഹത്തിന്റെ 2 പെൺമക്കളാണ് അന്ത്യകർമ്മം ചെയ്തത്. മറ്റു മതത്തിൽ സ്ത്രീകൾക്കുള്ള പ്രത്യേകതയും ഈ ധർമ്മവും. അതേസമയത്ത് കേരളത്തില് ജവാൻ ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകൻ തോർത്തമുണ്ടുടുത്തുകൊണ്ടാണ് അത് ചെയ്തത്. 2 കാണണമെന്നുള്ളവർക്ക് കാണാം. ഇതിലൊക്കെ ലോകം വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. വലിയ വലിയ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം അറിയാൻ താല്പര്യമുള്ള ഒരു ജനത മുമ്പിൽ നിൽക്കുന്നു. കൊടുക്കാൻ താല്പര്യമുള്ളവരെ ചെവിയിലൂടെയും കണ്ണിലൂടെയും കേൾപ്പിച്ചും കാണിപ്പിച്ചും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇപ്പൊ ഭാരതത്തിൽ നടക്കുന്നു. പണ്ട് നടന്നിരുന്നില്ല. അതുകൊണ്ട് ആര് പറഞ്ഞാലും ആര് വിവരിച്ചാലും ആര് പറഞ്ഞില്ലെങ്കിലും ഇന്ന് ഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ഒരു അത്യസാധാരണമായ പ്രതിഭാസം ഭാരതത്തിൽ കാണാം. അത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്, അതിന്റെ പുറകില്
ഇതിന്റെ പകിട്ട് വർദ്ധിപ്പിക്കുന്ന വിധത്തില് ഇസ്ലാമിക തീവ്രവാദവും താലിബാനും ഹമാസും അങ്ങനെയുള്ള ഭീകരത അത് സൗദി അറേബ്യ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കാൻ ഫ്രാൻസുമായിട്ട് കൈകോർത്ത് പോകുമ്പോൾ ഒരു മതത്തിന്റെ തീവ്രവാദവും ഭീകരതയും ലോകം അറിയുന്നു. മറ്റൊരു മതത്തിലെ നിസ്സംഗത, ആ നിസ്സംഗതയും ലോകം അറിയുന്നു. എന്നാൽ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം റിജിഡ്ലി ഫ്ലെക്സിബിൾ 21ാം നൂറ്റാണ്ടിന് ചേരുന്ന വിധത്തിലുള്ള ഒരു ചിന്താധാര തെറ്റു പറയാനോ കുറ്റം പറയാനോ ചൂണ്ടിക്കാണിക്കാനോ മതാന്ധതയുടെ യാതൊരു വികൃതവുമില്ലാതെ, മത തീവ്രവാദമില്ലാതെ, അന്ധമായിട്ട് പ്രാചീനമായിട്ടുള്ളതിനെ ശാസ്ത്രവൽക്കരിക്കാതെ ലോകത്തിന്റെ മുമ്പില് നമ്മുടെ രാമസിംഹൻ ജി പറഞ്ഞ മാതിരി ഞാൻ മറ്റെല്ലാ കുപ്പായങ്ങളും വലിച്ചെറിഞ്ഞ് ഞാൻ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുന്നു. അതിന്റെ ലെവലിലേക്ക് ലോകം എത്താൻ നമ്മളെല്ലാവരും കൂടി പ്രയത്നിച്ചാല്, ഞാൻ എടുത്തു പറയുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, ഇന്ന് ശരിക്ക് രാമസിംഹന്റെ ആ പ്രഭാഷണത്തിന്റെ ചുവട്ടില് 50-50 കമന്റുകളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. ഒരിക്കലും എന്നെ പോലെയുള്ള ഹിന്ദുത്വവാദിയോ വർഗീയവാദിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, വിചാരിച്ചോളൂ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 1:1 ഹിന്ദുവും ക്രിസ്ത്യാനിയും കൈകോർത്ത് പിടിച്ച് തോളത്ത് കൈയിട്ടുകൊണ്ട് ഈ രാമസിംഹനെ സ്വാഗതം ചെയ്യുമെന്നും ധീരമായ നടപടിയാണ് എന്ന് പറഞ്ഞു. ഞാനത് വായിക്കേണ്ടായി. ഞാൻ 4000 കമന്റുകളാണ് 2.5 ലക്ഷം വ്യൂസിൽ നിന്ന് വന്നിരിക്കുന്നത്. 4000 കമന്റിൽ കുറേ കമന്റുകൾ ഞാൻ വായിച്ചു. ഒരെണ്ണം പോലും നമ്മുടെ രാമസിംഹനെ, അലി അക്ബറിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ചെയ്തത് പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നതിൽ അതിലൊരു 5-6 മുസ്ലിങ്ങളുടെ കമന്റും ഉണ്ട്. മുസ്ലിം പേരുള്ളവരുടെ, മുസ്ലിങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവര് പോലും നെഗറ്റീവ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് ഇത്രയും ഭഗവത്ഗീതയ്ക്ക് മുമ്പ് പറയാൻ കാരണം, നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ, പഠിപ്പിക്കാൻ തയ്യാറായാൽ, സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ തയ്യാറായാൽ 10,000 ഇത് സ്വീകരിക്കാനുണ്ട്. അത് മാത്രം പറയാനാണ് ഞാൻ ഇത്രയും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നമ്മുടെ ധർമ്മം, നമ്മുടെ പൈതൃകം 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഇന്ന് ലോകമുണ്ട്. ഒരാള് പോലും അപകീർത്തികരമാം വിധത്തിൽ ഒരു കമന്റ് പോലും പറയാതെ, നമ്മുടെ സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമന്റ് പോലും പറയാതെ, അകത്തും പുറത്തും വൈകൃതങ്ങൾ നിറഞ്ഞ തമ്മിലടിയില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ധന്യത ദർശനമാകുന്നു. അനവധി നെഗറ്റീവുകൾ കഴിഞ്ഞ 1.5 വർഷം ഭാരതത്തെ കീഴടക്കാനായിട്ട് ശ്രമിച്ചിട്ടും അതിനെ മുഴുവനും പോസിറ്റീവാക്കിയ ഭാരതമാതാവേ പ്രണാമം, ഋഷീശ്വരന്മാരെ പ്രണാമം. ഇനി നമുക്ക് പതിവ് പോലെ ഭഗവത്ഗീതയിലൂടെ കടന്നു പോകാം. ഭഗവത്ഗീതയില് വളരെ 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 പവർഫുൾ ആയിട്ടുള്ള വരികളാണ് ഇനിയുള്ളത്. ഭഗവാൻ കൃഷ്ണൻ 13-ാം അധ്യായത്തിലെ 19-ാമത്തെ വരിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ വിവരിച്ചു. അർജുന, നീ ചോദിച്ച ചോദ്യം, നിന്റെ സംശയത്തിനെ പൂർണ്ണമായിട്ടും ഉദാഹരണ സഹിതം വിവരിച്ചുകൊണ്ട് ഈ മഹാപ്രതിഭാശാലിയായ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞു. നിന്റെ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു, ക്ഷേത്രജ്ഞൻ എന്താണെന്ന് പറഞ്ഞു, ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു, ജ്ഞേയം എന്താണെന്ന് പറഞ്ഞു. അത് സംക്ഷിപ്ത രൂപത്തിൽ കുരുക്ഷേത്ര ഭൂമിയിലിരുന്ന് സാധിക്കുന്ന വിധത്തില്, സാധിക്കുന്ന ഭാഷാ പ്രയോഗത്തിലൂടെ നിനക്ക് പറഞ്ഞു തന്നു. ഇനി മദ്ഭക്ത, നിന്റെ കാര്യമല്ല അർജുന, ലോകത്തിൽ ഭഗവത്ഗീത പഠിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങള് അവൻ
ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി ഏതത് വിജ്ഞായ, ഈ പറഞ്ഞതല്ലേ സയന്റിഫിക്കലി വിജ്ഞാനം, സയൻസ്, വിജ്ഞാനം ഈസ് സയന്റിഫിക്. ഏതത് വിജ്ഞായ, സയന്റിഫിക്കലി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സഹ മദ്ഭാവായോപപദ്ധ്യതേ, മദ്ഭാവാ ഉപപദ്ധ്യതേ, എന്റെ ഭാവത്തിലേക്ക്, എന്റെ പന്താവിലേക്ക്, ഞാൻ വിരൽ ചൂണ്ടി കാണിച്ചു തന്ന ആ പന്താവിലേക്ക് എത്തുക തന്നെ ചെയ്യും. എത്ര ഭംഗിയായിട്ടത് കഴിഞ്ഞ ദിവസം. ഇനി കൃഷ്ണൻ കുറെ കൂടി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇന്നും ഇതേ ആൻസർ പറയാനുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിൽ കൃഷ്ണൻ 20-ാമത്തെ ശ്ലോകം 13-ാം അധ്യായത്തില് പ്രകൃതിം പുരുഷം ചൈവ വിദ് അനാദി ഉഭാവപി. ഈ പ്രകൃതി എന്ന് പറയുന്നതും പ്രപഞ്ച പുരുഷൻ എന്ന് പറയുന്നത്, പ്രകൃതി ദേവി, പ്രകൃതി മാതാവ്, പ്രകൃതി ചൈതന്യം എന്ന് പറയുന്നതും പ്രപഞ്ച പുരുഷ ചൈതന്യം എന്ന് പറയുന്നതും വിദ് അനാദി, അത് ടൈം ഇമ്മമോറിയൽ മുതൽക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ് അർജുന. അത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ വർഷമോ 10 വർഷം മുമ്പോ 100, 1000, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതല്ല. അത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അതെന്നാണ് ഉണ്ടായതെന്ന് പോലും അറിയാം. അനാദിയാണ്. ആരംഭം ആദി എന്നാണെന്ന് അറിയാത്തതാണ്. ഇപ്പൊ പ്രകൃതി പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി, രണ്ടും മറക്കരുത്. എന്നാ പ്രപഞ്ച പുരുഷ ചൈതന്യം ഉണ്ടായത്? ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽക്കതുണ്ട്. എന്നാ പ്രകൃതി ഉണ്ടായത്? ഈ ഭൂമി ഉണ്ടായ കാലം മുതൽക്ക് ഭൂമിയിലെ പ്രകൃതി ഉണ്ടാകും. ചന്ദ്രനുണ്ടായ കാലം മുതൽക്ക് ചന്ദ്രനിലെ പ്രകൃതിയുണ്ട്. ഏത് ഗ്രഹത്തെ കുറിച്ചാണോ ചിന്തിക്കാൻ നമ്മുടെ തല പ്രവർത്തിക്കുന്നത്, ആ ഗ്രഹത്തിലെ പ്രകൃതി അക്കാലം മുതൽക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നാ അതിന്റെ കാലഘട്ടം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? അനാദി, ടൈം ഇമ്മെമ്മോറിയൽ. സാധാരണഗതിയിൽ അസ്ട്രോണമിക്കൽ വിവരണം അനുസരിച്ച് നമ്മൾ എന്താ പറയുക? ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അതാണ്. അപ്പൊ രണ്ട് കാര്യം അനാദിയാണ്. പ്രപഞ്ചപുരുഷ ചൈതന്യം നമ്മൾ 11-ാം അധ്യായത്തിൽ പ്രപഞ്ചത്തെ കാണിച്ചു തന്നു ഭഗവാൻ കൃഷ്ണൻ. അതെന്ന് ആരംഭിച്ചു അറിഞ്ഞൂടാ. പ്രകൃതി എന്ന് ആരംഭിച്ചു അറിഞ്ഞൂടാ. ഇന്നത്തെ കണക്കനുസരിച്ച് ഈ സസ്യലതാദികള് എന്നുണ്ടായി ആർക്കിസോയിക് ഇറ 200 crore years, 200 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ ജീവൻ ചെറിയ ഗ്രീനർ കളറുള്ള ജീവനുള്ള സാധനമായിട്ട് കണ്ടത്. അതെവിടെയാണ്? കാനഡയില്. കാനഡയിൽ എവിടെയാണ്? ഹഡ്സൺ ബേയില്. ഹഡ്സൺ ബേയിൽ എവിടെയാണ്? ഹഡ്സൺ ബേയോട് ചേർന്നിരിക്കുന്ന റോക്കുകളില്. ഈ റോക്കുകളില് ഓൾഡസ്റ്റ് ആയിട്ടുള്ള പായലുകൾ കാണാം. ഓൾഡസ്റ്റ്. അത് 200 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണത്. നമ്മുടെ മഹാസങ്കല്പത്തിലും അതേ നമ്പർ തന്നെയാണ് വരുന്നത് എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ശ്വേതവരാഹകൽപ്പേ വൈവസ്വത മന്വന്തരെ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ ശാലിവാഹനശകേ ബൗദ്ധാവതാരേ പരശുരാമക്ഷേത്രേ അസ്മിൻ വർഷേ വർത്തമാനേ വ്യാവഹാരികേ നളനാമ സംവത്സരസ്യ ഉത്തരായണേ അല്ലെങ്കിൽ ഏതർക്കം വൃശ്ചികർഗേ ഗ്രീഷ്മ ഋതു അല്ലെങ്കിൽ അടുത്ത ഋതു ഏതാന്ന് വെച്ചാൽ ഋതുവില് കൃഷ്ണപക്ഷത്തില് ഇന്ന ദിവസം ഞാൻ ഈ കർമ്മം ചെയ്യുന്നു. അവിടെ ഞാൻ അന്നൊരിക്കൽ പറയുകയുണ്ടായി, വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി, 71 മന്വന്തരങ്ങൾ ചേർന്നത് ഒരു മഹായുഗം. ഒരു മഹായുഗം. 43,20,000 വർഷം ഒരു മഹായുഗം. ഒന്നുകൂടി പറയാം, പറഞ്ഞതിൽ ഒരു അല്പം കറക്ഷൻ. 43,20,000 വർഷം ഒരു മഹായുഗം. അങ്ങനെ 71 മഹായുഗം ഒരു മന്വന്തരം. അങ്ങനെ
6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ മഹായുഗത്തില് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞ് 5721ാമത്തെ വർഷത്തിലോ 22ാമത്തെ വർഷത്തിലോ നമ്മൾ നിൽക്കുന്നു. അപ്പൊ എത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ആർക്കിസോയിക്കിറ ജീവന്റെ പ്രകൃതിയുടെ ഉത്ഭവം എന്നാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ മഹാസങ്കല്പം ഉപയോഗിച്ച് 43,20,000 ഇൻറ്റു 71 ഇൻറ്റു 6 പ്ലസ് 43,20,000 ഇൻറ്റു 27 പ്ലസ് 43,20,000 ഇൻറ്റു 3/4 പ്ലസ് 5122 ചേർത്ത് കഴിഞ്ഞാൽ 199.8 കോടി വർഷം. അവര് ആർക്കിസോയിക്കിറ 200 കോടി വർഷം എന്ന് പറയുന്നു. അപ്പൊ രണ്ടും ഭാരതം ചെന്നെത്തുന്നതും നമ്മുടെ സയൻസ് ചെന്നെത്തുന്നതും ഒരേ പോയിന്റിലേക്ക്. അപ്പൊ പ്രകൃതി ഇതുമാതിരിയുള്ള ജീവനുള്ള പ്രകൃതി എന്നാ ഉണ്ടായതെന്ന ചോദ്യത്തിന് ഉത്തരം അനാദിയാണ്. ഇനി കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും പുറകോട്ട് പോകും. നമ്മൾ പുറകോട്ട് പോയി അവസാനം ഒരു വാക്കേ ഉള്ളൂ, അൺനോൺ ടു ദി മോഡേൺ സയൻസ്. നമുക്ക് അറിഞ്ഞൂടാ. അപ്പോ ഈ പ്രപഞ്ച ചൈതന്യവും പ്രകൃതി ദേവി എന്ന ചൈതന്യവും വിത്ത് നോ ഇറ്റ് അറിയുക അനാദി, ഉഭാവപി രണ്ടും അനാദിയാണ്. വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഇതിനകത്തുള്ള വികാര വിക്ഷോഭങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം നമുക്കറിയാം. പ്രകൃതിയിൽ ഞാൻ എപ്പോഴും ഭഗവത്ഗീത പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നു, സൂര്യപ്രകാശവും വെള്ളവും വളവും വലിച്ചെടുത്ത ചെടികള് വ്യത്യസ്തങ്ങളായ റൂട്ടുകള്, വ്യത്യസ്തങ്ങളായ ഫ്രൂട്ടുകള്, വ്യത്യസ്തങ്ങളായ ഇലകള്, വ്യത്യസ്തങ്ങളായ തണ്ടുകള്, വ്യത്യസ്തങ്ങളായ ഗന്ധം, വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്, ഇതൊക്കെ പ്രകൃതി ജാൻ ഗുണാൻ, ഇതൊക്കെ പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്നതാണ്. കപ്പങ്ങയ്ക്ക് കപ്പങ്ങയുടെ ടേസ്റ്റ് വരാൻ കാരണം അത് പ്രകൃതിയുടെയാണ്. അത് പ്രപഞ്ചപുരുഷനുമായിട്ട് ബന്ധമില്ല. അത് പ്രകൃതി സംഭവാൻ. കൃത്യം ആൻസറാണ്. നമ്മൾ പറയില്ലേ, എന്താടോ ഈ കാച്ചിൽ ചൊറിയുന്നേ, അതതിന്റെ നേച്ചറാടോ. നേച്ചർ എന്ന വാക്കിന് എന്താ മലയാളത്തിൽ അർത്ഥം? പ്രകൃതി ജാൻ, പ്രകൃതി സംഭവാൻ. എങ്ങനെയല്ലേ നമ്മൾ പറയാ? നമ്മള് ചില മാങ്ങ നല്ല ടേസ്റ്റാണ്, കിലോയിന് 200, 300, 400. അതെന്താടോ മറ്റേ മാങ്ങയ്ക്ക് 70 ഉള്ളപ്പോ ഇതിനെങ്ങനെയാടോ 300? അതിന്റെ ടേസ്റ്റാടോ. അതിനെന്താ ആ മാങ്ങയ്ക്ക് മാത്രമേ ടേസ്റ്റ് വന്നത്? അതതിന്റെ നേച്ചറാണ്. അപ്പോ വികാരാംശ, അതിന്റെ ടേസ്റ്റ്, അതിന്റെ ഗന്ധം, അതിന്റെ സൈസ്, അതിന്റെ വെയിറ്റ്, അതിൽ പൊളിച്ചു നോക്കിയാൽ കാണുന്ന പ്രത്യേകതകൾ, ആ ഒരു മാങ്ങയുടെ പ്രത്യേകത, മാവിന്റെ ഇലയിലെ പ്രത്യേകത, മാവിന്റെ പൂവിലെ പ്രത്യേകത, അതിന്റെ ഗന്ധത്തിന്റെ പ്രത്യേകത, അതിന്റെ വലിപ്പത്തിന്റെ പ്രത്യേകത, ആ മരത്തിന്റെ നേച്ചറിന്റെ പ്രത്യേകത, അതുപോലെ നെല്ല്, അതുപോലെ ഗോതമ്പ്, അതുപോലെ പ്ലാവ്, അതുപോലെ തന്നെ എല്ലാ മരങ്ങളും, എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും, അതിന്റെ പ്രത്യേകതകളെല്ലാം പ്രകൃതി സംഭവാൻ. അതിനപ്പുറം ഇനി ഒരു ആൻസർ ഒരു 10,000 വർഷം കഴിഞ്ഞ് മോഡേൺ സയൻസിന്റെ ആൻസർ എന്താണെന്ന് അന്വേഷിച്ചാലും ഇത് തന്നെ ആയിരിക്കും ആൻസർ. 10,000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ചോദിച്ചിരുന്നതെങ്കിലും ഇത് തന്നെയാണ് ആൻസർ. 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതും ഇത് തന്നെ ആൻസർ. ഇനി ഒരു 5,000 വർഷം കഴിഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ. എന്തേ കാരണം? അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. അതാണ് നാച്ചുറൽ ട്രൂത്ത്, കണക്റ്റഡ് വിത്ത് നേച്ചർ. അപ്പൊ ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്, പക്ഷേ അത് അബ്സൊല്യൂട്ട് ട്രൂത്താണ്. എന്താ അബ്സൊല്യൂട്ട് ട്രൂത്ത്? പ്രകൃതി എന്ന് പറയുന്നത് അനാദിയാണ്. എന്ന് ആരംഭിച്ചു എന്നറിഞ്ഞൂടാ, എപ്പോ ആരംഭിച്ചു എന്നറിഞ്ഞൂടാ, ഏത് കണ്ടീഷനിൽ ആരംഭിച്ചു എന്നറിഞ്ഞൂടാ, ആരാണ് ആരംഭിക്കാൻ കാരണമായതെന്ന് അറിഞ്ഞൂടാ, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ചൈതന്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞൂടാ, ആ പ്രകൃതിയുടെ ആരംഭം, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത എനർജി എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ, അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും എന്താണെന്ന് അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ തന്നെ അതൊന്നും അബ്സൊല്യൂട്ട് നോളജ് അല്ല. ആ വിഷയം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ അഭിപ്രായം മാത്രമാണ്. ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം മാത്രമാണ് അറിവ് എന്ന് പറയുന്നത്. കാലം മാറുമ്പോൾ ഇതെല്ലാം മാറും. കൊറോണയെ കുറിച്ച് എന്താ അങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമായിരുന്നോ കുറെ കാലം മുമ്പ്? എയ്ഡ്സിനെ കുറിച്ച് ഇതിനേക്കാളും കുറെ കാലം മുമ്പ് അറിയാമായിരുന്നോ? 151 സൈക്കോസൊമാറ്റിക് രോഗങ്ങളുണ്ട് ഇന്ന് ലോകത്തില്.
സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന രോഗങ്ങളെ കുറിച്ച് അറിയാമായിരുന്നോ ആർക്കെങ്കിലും? അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ടാണ് പലതും 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 സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണെന്ന നിർവചനത്തിനകത്ത് വന്നത്. പല പല പുതിയ രോഗങ്ങൾ വന്നത്. പഴയ രോഗങ്ങൾ തന്നെ മാറി മാറി വേറെന്തൊക്കെയോ ആയി മാറുന്നത്. അവസാനം നമ്മൾ എന്താ പറയുക, ഇതൊക്കെ അതിന്റെ നേച്ചറാണ്. കൊറോണ വൈറസിന്റെ നേച്ചറാണത്. നമ്മൾ പണ്ട് കൊറോണ വന്ന കാലത്ത് എന്താ പറഞ്ഞത്? 27 ഡിഗ്രിയിൽ കൂടുതൽ അത് നിലനിൽക്കില്ല, അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കൊറോണയേ വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രഗത്ഭനായിട്ടുള്ള കേരളത്തിലെ ഒരു വ്യക്തി പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ ഫോൺ വിളിച്ചു പറഞ്ഞു, സാറേ, സാറിനെ പോലെ ഉയർന്ന പദവിയിലിരിക്കുന്നവർ അഭിപ്രായം പറയേണ്ട വിഷയമല്ല ഇത്. സാറിന്റെ സബ്ജക്ട് വേറെയാണ്. സാർ മൈക്രോബയോളജിയെ കുറിച്ച് അഭിപ്രായം പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോപാലകൃഷ്ണ, ലോക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നതാണ്. സാർ ശാസ്ത്രജ്ഞനല്ല, ലോക ശാസ്ത്രജ്ഞന്മാർ ഇത് മാറ്റും. 27 ഡിഗ്രിയാണ് കൊറോണ വൈറസിന്റെ നിലനിൽപ്പ്, അത് കഴിഞ്ഞാൽ കൊറോണ വൈറസ് ചത്തുപോകുമെന്ന് പറയുന്നതൊക്കെ വേറെയാ സാറേ. അപ്പൊ സൗദി അറേബ്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ടെമ്പറേച്ചർ 51 ഡിഗ്രി വരെ പോകും, അത് കാരണം കൊറോണ വരില്ല. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ പ്രകൃതി അതിൻ്റെതായിട്ടുള്ള താളം, നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. പ്രകൃതിയുടെ താളം അടിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ മാറി 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 പറയേണ്ടി വരും. പറഞ്ഞത് തെറ്റാണെന്ന് ഇവരാരും പറയാറുമില്ല. മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഇത് അനാദിയാണ്. രണ്ടും മറക്കരുത്. പ്രപഞ്ചപുരുഷ ചൈതന്യവും അനാദിയാണ്, പ്രകൃതിയും അനാദിയാണ്. പക്ഷേ ആ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടുകളും ബാക്കിയെല്ലാം അത് പ്രകൃതിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ് എന്നറിയുക. നമ്മൾ കാണുന്ന ഏതൊരു സാധനത്തെ എടുത്താലും ആ സാധനം പ്രകൃതി വിഭവമായാലും ജന്തുവായാലും ജീവിയായാലും ആടായാലും പട്ടിയായാലും കഴുതയായാലും പൂച്ചയായാലും മനുഷ്യനായാലും അയാൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം അത് അയാളുടെ പ്രകൃതി സ്വഭാവമാണ്, അയാളുടെ നേച്ചറാണ്, നാച്ചുറൽ ക്യാരക്ടറാണ്, നാച്ചുറൽ ഹാബിറ്റാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത് അൾട്രാ മോഡേൺ സയന്റിസ്റ്റുമാരെ കവച്ചു വെച്ചുകൊണ്ട് അൾട്രാ ഏൻഷ്യന്റ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണ് അത് പറഞ്ഞത്. ഭഗവാൻ കൃഷ്ണനാണ് അത് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന നേച്ചർ എന്ന വാക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ഈ രണ്ടാമത്തെ വരിക്കകത്തുണ്ട്. എങ്ങനെയാ പൂച്ച രാത്രി ചെന്ന് എലിയെ പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പൂച്ചയുടെ നേച്ചറാണ്. എങ്ങനെയാ ഒരനക്കവും ഇല്ലാത്തപ്പോഴും 12-1 മണിക്ക് പട്ടി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ആ പട്ടിയുടെ ചെവിയുടെ നേച്ചറാണ്, പട്ടിയുടെ നേച്ചറാണത്. പശു ധാരാളം പുല്ല് തിന്ന് എവിടെയെങ്കിലും ചെന്ന് കിടക്കുമ്പോഴത്തേക്കും അത് മുഴുവനും പുറത്തേക്ക് എടുത്ത് അയവിറക്കുന്നു. അതെന്തുകൊണ്ട് ആന ചെയ്യണില്ല? അതെന്തുകൊണ്ട് കഴുത ചെയ്യണില്ല? അതെന്തുകൊണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റണില്ല? നിങ്ങൾ ഏത് ജന്തുവിനോട് ചോദിച്ചു നോക്കോട്ടെ, അതൊന്നും ചെയ്യണില്ല. എന്തുകൊണ്ട്? അത് പശുവിന്റെ നേച്ചറാണ്, ആടിന്റെ നേച്ചറാണ്, അതിന്റെ നേച്ചറാണ്. നേച്ചർ അതിനോട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 കാലുള്ള ഇതേ വലിപ്പമുള്ള വേറെ ഏത് മൃഗമെടുത്താലും അതൊന്നും ഇങ്ങനെ ചെയ്യില്ല. എന്താ? അതിന്റെ നേച്ചർ ഇങ്ങനെ ചെയ്യാനുള്ളതല്ല, ഇതിന്റെ നേച്ചർ അങ്ങനെ ചെയ്യാനുള്ളതാണ്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ വരികള്. അടുത്തത് നോക്കാം. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ. അത് കാട്ടുകുതിരയിലെ തിലകൻ പറയുന്ന മാതിരിയാണത്. ഠീം, അവസാനത്തെ ശാസ്ത്രം. ഠിം എന്നാ തന്നെയാ പറയേണ്ടത്. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ. ഈ ലോകത്ത് നടക്കുന്ന എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ബൈഡനോ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു, മറ്റേ പാർട്ടി വിസ്മൃതിയിലേക്കാണ്ടു. എക്സ് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ പേര് ഓർമ്മിക്കുമെങ്കിലും മറ്റാരുടെയും പേര് നമുക്ക് വലുതായിട്ട് ഓർമ്മിക്കാനേ പറ്റണില്ല. ട്രംപിന്റെ ഓർക്കാൻ പോലും ഇപ്പൊ പറ്റണില്ല. അതെന്താണോ താൻ ട്രംപിനെ കുറിച്ച് ഓർമ്മിക്കാതെ ഇരിക്കുന്നത്? അത് നേച്ചറാണോ? തലയ്ക്കകത്ത് അത് നിൽക്കണില്ലടോ, അത് പോയി. പുതിയ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്കും അത് വന്നു, അത് നേച്ചർ തലയ്ക്കകത്ത്. കമല ഹാരിസിന്റെ പേര് തലയ്ക്കകത്ത് വന്നു, കുറെ കഴിഞ്ഞാൽ അതും പോകും. ഇത് നേച്ചറാണ്. ഈ ലോകത്ത് നടക്കുന്ന സർവ്വതും ഓരോന്നിന്റെ നേച്ചറാണ്. അത് മനസ്സിന്റെ നേച്ചറുണ്ട്, മനുഷ്യന്റെ ശരീരത്തിന്റെ നേച്ചർ, കുടുംബ ബന്ധങ്ങളുടെ നേച്ചർ, സംസ്കാരങ്ങളുടെ നേച്ചർ, സ്ഥാപനങ്ങളുടെ നേച്ചർ,
പ്രസ്ഥാനങ്ങളുടെ നേച്ചർ, രാഷ്ട്രത്തിന്റെ നേച്ചർ, രാഷ്ട്രങ്ങളുടെ ഗ്രൂപ്പുകളുടെ നേച്ചർ. അതിങ്ങനെയായാൽ അങ്ങനെ ആകണം, അല്ലേ? ഒസാമ ബിൻ ലാദനെ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിലെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ആരാത് ചെയ്തത്? കാര്യകാരണ കർത്തൃത്വേ ഹേതു ഒബാമാവുച്ഛേദം തകർത്തപ്പോൾ പ്രകൃതി അമേരിക്കയെ കൊണ്ട് അയാളുടെ അത് തന്നെയല്ലേ സദ്ദാം ഹുസൈൻ 200-300 യുവാക്കളെ ചങ്ങലക്കിട്ട് കെട്ടി വയറ്റത്തെ ടൈം ബോംബ് വെച്ച് ദൂരെ റിമോട്ടിലിരുന്ന് അടിച്ചു പൊട്ടിച്ച് സദ്ദാം ഹുസൈൻ ലഹരി പിടിച്ച് സന്തോഷത്തില് ആ യുവാക്കളെ വയറ്റില് ചങ്ങലക്കിട്ട് കെട്ടി പൊട്ടി തെറിച്ചു വെന്തുപോകുന്ന കാഴ്ച കണ്ട് ആഹ്ലാദിച്ച സദ്ദാം ഹുസൈന്റെ കഴുത്തിലേക്ക് കയറിട്ട് തൂക്കിക്കൊന്നയാളുടെ അവസാനത്തിലേക്ക് എത്തിച്ചു. ആര്? പ്രകൃതി ചെയ്യിച്ചു. പരിധി കടന്നപ്പോഴത്തേക്കും പ്രകൃതി ചെയ്യിച്ചു. ഗദ്ദാഫി എന്ന മനുഷ്യന് 40 വർഷം ലിബിയ ഭരിച്ച മനുഷ്യനാണ് ലോകത്തില് ശരിക്കു പറഞ്ഞാൽ പ്രകൃതി കാളി പ്രതികരിച്ചത്. അയാളെ ജനങ്ങൾ കേറി പിടിച്ച് അയാളെ സെപ്റ്റി ടാങ്കിലെ മലത്തില് മുങ്ങിക്കിടന്ന് അതിൽ നിന്നെടുത്ത് അയാൾ പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. കൊടുത്തില്ല. പുറത്തേക്ക് എടുത്ത് വയറ്റത്തെ കുത്തി ഇറക്കി ഇറച്ചിക്കടയുടെ മുമ്പിൽ ഇയാളുടെ ഇറച്ചി കൊണ്ടുപോയിട്ടിട്ടു. പ്രകൃതി ചെയ്തതാണത്. ഇനിയുണ്ട് എക്സാമ്പിൾ ധാരാളം പറയാൻ. അതിന്റെ ആവശ്യമില്ല. പണ്ട് ധാരാളം പ്രാവശ്യം പറഞ്ഞത് തന്നെയാണിത്. അതുകൊണ്ട് ഈ ലോകത്തില്, ഒരു രാജ്യത്തില്, ഒരു സംസ്ഥാനത്തില്, ഒരു കുടുംബത്തില്, സംസ്കാരത്തില്, സ്ഥാപനത്തിലെ, പ്രസ്ഥാനത്തിലെ, വ്യക്തിയുടെ മനസ്സുകളില് കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ. നമ്മൾ പറയാറില്ലേ, കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നത് ആരോ അവന്റെ പേര് കാര്യസ്ഥൻ. കാരണങ്ങൾ ഭംഗിയായിട്ട് അറിയുന്നവൻ ആരാണോ അവന്റെ പേര് കാരണവർ. കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നവന്റെ പേര് കാര്യസ്ഥൻ, അത് പ്രകൃതിയാണ്. കാരണം നന്നായിട്ട് അറിയുന്ന ആ ചൈതന്യം അത് പ്രകൃതിയാണ്, കാരണവരും. ഇപ്പൊ കാര്യസ്ഥനും കാരണവരും രണ്ടും പ്രകൃതിയാണ്. അത് മാത്രമല്ല, കൃഷ്ണൻ പ്രകൃതിയാണെന്ന് പറഞ്ഞില്ല, പ്രകൃതിയാണെന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്നു. അതല്ലേ എന്താ ഡൗൺ ടു എർത്ത് വന്ന മനുഷ്യനെ അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശ്രീകൃഷ്ണൻ. അതാണ് ഗംഭീരമായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ആ വരി ഓർമ്മിക്കുക. എന്തുകൊണ്ട് ചിലര് അന്ധരായിട്ട് ജനിക്കുന്നു ഗോപാലകൃഷ്ണ? കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ. ദാമോദരൻ നായരെ എന്ന് പറഞ്ഞേക്കണം. ദാമോദരൻ നായരെ ഇതിന്റെ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. അത് പ്രകൃതി അയാൾക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയോ രക്ഷയോ വരദാനമോ ശാപമോ അറിഞ്ഞുകൂടാ. അത് പ്രകൃതി അയാളെ അങ്ങനെ ചെയ്യിച്ചു. അത്രേ ഉള്ളൂ ആൻസർ. ന്യായീകരിക്കുകയോ പ്രകൃതിയെ എതിർക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ട് പ്രയോജനമില്ല. അത് നമ്മുടെ പരിധിക്കുള്ളിൽ വരുന്നതല്ല. പ്രകൃതിയെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ പരിമിതിക്ക് ഉള്ളിലിരുന്നുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ പ്രാവശ്യം കണക്ഷൻ പോവാണെങ്കിൽ ഇനി 2 പ്രാവശ്യം കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും. ഏതായാലും പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യം, പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യം, അത് സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഓരോ ജീവിയും ജീവജാലവും അതിന്റെ ശരീരത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും, വേദനകളും സന്തോഷങ്ങളും രണ്ടും, അത് പ്രപഞ്ചപുരുഷ ചൈതന്യമാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞു. കറക്റ്റാണ്. കറക്റ്റ്. എന്തുകൊണ്ട് കറക്റ്റ്? ജീവനുള്ള ഒരു ശരീരത്തെ ഡൺലപ്പ് ബെഡിൽ കിടത്തിയിട്ട് ഫാൻ ഓൺ ചെയ്തിട്ട് നല്ല രീതിയിൽ അടുത്ത് തടവിക്കൊണ്ടിരിക്കുക. ജീവനുള്ള ശരീരത്തെ ഡൺലപ്പ് ബെഡിൽ കിടത്തി ഫാൻ ഓൺ ചെയ്തിട്ട് തടവിക്കൊണ്ടിരിക്കുക.
ജീവനില്ലാത്ത ശരീരത്തെയും അതേപോലെ ഡൺലപ്പ് ബെഡിൽ കിടത്തി ഫാൻ ഓൺ ചെയ്ത് തടവിക്കൊണ്ടിരിക്കാം. ആ ഫാനിന്റെ സുഖവും ഡൺലപ്പ് ബെഡിന്റെ സുഖവും തടവുന്നതിന്റെ സുഖവും ആരായിരിക്കും അനുഭവിക്കുക? ആരനുഭവിക്കും? ജീവനുള്ള ശരീരം അനുഭവിക്കും. ജീവനില്ലാത്ത ശരീരം അനുഭവിക്കില്ല. എന്തേ ജീവനില്ലാത്ത ശരീരം അനുഭവിക്കാത്തത്? പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ പരമാത്മ ചൈതന്യം, അതിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യം രണ്ടാമത്തേതിലില്ല. മരിച്ചു കിടക്കുന്ന വ്യക്തിയിൽ അതില്ല. ജീവനുള്ളതിലേ അതുള്ളൂ. അപ്പൊ ജീവനുള്ളത് പോലെ പ്രവർത്തിച്ച് ആ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത എന്ന വരിയുടെ മൂലത്തിലേക്ക് ചെന്നാൽ കൃഷ്ണൻ പറഞ്ഞത് പെർഫെക്റ്റ് സയൻസ് ആണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക്, മരിച്ചു കഴിഞ്ഞ ഡെഡ് ബോഡിക്ക് എന്നർത്ഥം എന്ത് ചെയ്താലും അതൊന്നും ആ ശരീരം ഏൽക്കില്ല. ആ ശരീരത്തിൽ കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, ആ ബ്ലഡ് അതേപോലെയുണ്ട്, പല്ല് അതേപോലെയുണ്ട്, നാക്ക് അതേപോലെയുണ്ട്. ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും മാറ്റിയിട്ടില്ല. അതിന്റെ തല മുതൽക്ക് കാല് വരെ ഡെഡ് ബോഡിയുടെ ഒരു സാധനവും മാറ്റിയിട്ടില്ല. സകലതും അതേപോലെയുണ്ട്. പിന്നെ എന്തുകൊണ്ട് സുഖദുഃഖങ്ങൾ അത് അറിയുന്നില്ല? ഡെഡ് ബോഡി സുഖദുഃഖങ്ങൾ എന്തുകൊണ്ട് അനുഭവിക്കുന്നില്ല, ആസ്വദിക്കുന്നില്ല? ഒറ്റ കാരണം, അതിനകത്ത് പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന്റെ ഭാഗമായ പരമാത്മ ചൈതന്യം, അതിന്റെ അംശമായ ജീവാത്മ ചൈതന്യം ഇല്ല. പ്രപഞ്ചപുരുഷ ചൈതന്യം അതിനകത്തില്ല. അതേ ആൻസർ ഉള്ളൂ. നേച്ചർ അനുസരിച്ച് എല്ലാ നേച്ചറും അതിനകത്തുണ്ട്. ചെവിയുണ്ട്, ചെവി പൊട്ടി ഒലിച്ച് ചെവി തകർന്നു പോയിട്ടില്ല ഡെഡ് ബോഡിയുടെ. കണ്ണ് ഇങ്ങനെ പിടിച്ച് നേരെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ കൃഷ്ണമണിയുണ്ട്, റെട്ടിനായുണ്ട്. ബ്രെയിൻ ഉണ്ട്, ബ്രെയിൻ ആരും തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. 52 വെട്ടിയിട്ട് തീർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രകൃതി അയാൾക്ക് കൊടുത്തിരിക്കുന്ന സർവ അവയവങ്ങളും അതേപോലെയുണ്ട്. പക്ഷേ ഈ സുഖദുഃഖ ഭോക്തൃത്വം ആ ഡെഡ് ബോഡി ഏറ്റെടുക്കുന്നില്ല. കാരണം പ്രപഞ്ചപുരുഷ ചൈതന്യം അതിനകത്തില്ല. പ്രകൃതി കൊടുത്ത ബോഡി അതിനകത്തുണ്ട്. പ്രകൃതിയുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളി അതിനകത്തുണ്ട്. പ്രകൃതി കൊടുത്ത നീല കണ്ണുണ്ട്, കറുത്ത മുടിയുണ്ട്, മീശയുണ്ട്. മീശയില്ലാത്തവര്, ഏതോ പോലീസുകാരൻ പറഞ്ഞ മാതിരി, മൂക്കിന് താഴെ മീശയുള്ളവർ ഭാര്യയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും എന്ന് പോലീസുകാരൻ ഏതോ സിനിമയിൽ പറഞ്ഞു. അതിന്റെ ചുവട്ടിൽ മീശയില്ലാത്തവരുടെ 2 ഫോട്ടോ കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നമ്മുടെ ഭാഗവതം വായിക്കുമ്പോൾ പറയുകയുണ്ടായി. തിരിച്ചിവിടേക്ക് വരികയാണെങ്കിൽ, അപ്പൊ പ്രകൃതി എന്താണ്? കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ. ശരീരത്തിന്റെ പൂർണ്ണമായ കാര്യവും ശരീരത്തിന്റെ പൂർണ്ണമായ കാരണങ്ങളും അതിനകത്തുണ്ട്. അത് അതേപോലെ നിൽക്കുമ്പോഴും ജീവാത്മ ചൈതന്യം ശരീരത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് സുഖദുഃഖ ഭോക്തൃത്വത്തിന് കാരണം ആ സൃഷ്ടിയിൽ അതില്ല. വളരെ സിമ്പിളാണ്. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കുക. ഇങ്ങനെ വേർതിരിച്ച് ആരും പറയില്ല. ഒരുപക്ഷെ ചിലർക്ക് ഇത് അറിയാമായിരിക്കാം. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ 21ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ പകുതി ജീവനുള്ള ശരീരത്തെക്കുറിച്ചും ജീവനില്ലാത്ത ശരീരത്തെക്കുറിച്ചും ആദ്യത്തെ പകുതി പറയുന്നു. രണ്ടാമത്തെ പകുതി ജീവനുണ്ടെങ്കിലേ ആ ശരീരം സുഖദുഃഖങ്ങളിൽ പ്രതിഫലിക്കൂ എന്ന് പറയുന്നു. രണ്ടും രണ്ട് വിഷയമാണെന്ന് തോന്നാമെങ്കിലും കോംപ്ലിമെന്ററി ആണ്, കോൺട്രഡിക്ടറി അല്ല. പക്ഷേ ഇൻ ഡീപ്പാണ്, വളരെ വളരെ ഡീപ്പാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷ്ണനെ പോലെ അല്ലാതെ വേറെ ആർക്കാ പറയാൻ സാധിക്കുക? എത്ര ഗംഭീരമല്ലേ? ആ ഡെഡ് ബോഡിയെ നമ്മൾ എന്തെല്ലാം ചെയ്താലും ഡെഡ് ബോഡി അറിയുന്നില്ല. പക്ഷെ ഡെഡ് ബോഡിക്ക് അകത്തുള്ള പ്രകൃതി കൊടുത്തിരിക്കുന്ന സർവ്വ അവയവങ്ങളും അതിനകത്തുണ്ട്. പ്രകൃതി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡിയിലെ സകല അവയവങ്ങളുമുണ്ട്. പശുവിലും ആനയിലും കഴുതയിലും ഒട്ടകത്തിലും മനുഷ്യനിലും കംപ്ലീറ്റ് അവയവങ്ങൾ ഒന്നും മാറ്റിയിട്ടില്ല. നേച്ചർ കൊടുത്തിരിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷേ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ആ ശരീരത്തിന് പറ്റണില്ല. കാരണം ജീവാത്മ ചൈതന്യം അതിനകത്തില്ല. 22ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ച് ബാക്കിയുള്ളതാണ്. പുരുഷ പ്രകൃതിസ്ഥ
ശിഭുങ്തേ പ്രകൃതിജാൻ ഗുണാൻ. ആ വാക്കില് ഒരക്ഷരമുണ്ട്, പ്രകൃതി സ്ഥഹ. ആ സ്ഥഹ എന്നവിടെ പറഞ്ഞില്ലെങ്കിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥമേ പോയി. എത്ര കെയർഫുൾ ആയിട്ടാണ് ആ അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥഹ എന്ന അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നത് 1.5 അക്ഷരം. സ് പ്ലസ് സ്ഥഹ. എന്താ ഇതിന്റെ അർത്ഥം? പുരുഷ. ആ പ്രപഞ്ച പുരുഷ പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായ ജീവാത്മ ചൈതന്യം പ്രകൃതിസ്ഥ, പ്രകൃതി ഉണ്ടാക്കി തന്നിരിക്കുന്ന ശരീരത്തിൽ നിലനിന്നുകൊണ്ട്, പ്രകൃതി ഉണ്ടാക്കി തന്നിരിക്കുന്ന ശരീരത്തില് ഏത് ജന്തുവിന്റെയും ഏത് വൃക്ഷത്തിന്റെയും ഏതിന്റെയും, മനുഷ്യന്റെ മാത്രമൊന്നുമല്ല, 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ, 4 ലക്ഷം പ്ലസ് 80,000 പ്ലസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കണില്ല. സർവജീവജാലങ്ങളുടെയും പ്രകൃതി കൊടുത്തിരിക്കുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട്, നിലനിന്നുകൊണ്ട്, സ്ഥഹ നിലനിന്നുകൊണ്ട്, ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതി കൊടുത്തിരിക്കുന്ന ചെവിയുടെയും ആ പ്രവൃത്തിയെ ആസ്വദിക്കുന്ന പ്രപഞ്ചപുരുഷ ചൈതന്യം, ആ ജീവാത്മ ചൈതന്യം അത് ആസ്വദിക്കാൻ കാരണം പ്രകൃതി കൊടുത്ത ശരീരത്തിന്റെ ഭാഗമായ ചെവിയെ പ്രവർത്തിപ്പിക്കുന്നത് ജീവാത്മ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതില്ലെങ്കിൽ ചെവി പ്രവർത്തിക്കില്ല. അപ്പൊ പ്രകൃതി കൊടുത്തിരിക്കുന്ന കണ്ണിന്റെ കാഴ്ച ആസ്വദിക്കുന്നത് ജീവാത്മ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം. മൂക്കിന്റെ, നാക്കിന്റെ, ത്വക്കിന്റെ, ശരീരത്തിനകത്തുള്ള അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളും പ്രകൃതി കൊടുത്തിരിക്കുന്നത് ആസ്വദിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. പ്രകൃതി കൊടുത്തിരിക്കുന്ന ശരീരത്തിലെ ഓരോ അവയവം, ആ അവയവത്തിന്റെ സ്റ്റിമുലായി ശരിക്ക് ജീവാത്മ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ശരീരമില്ലെങ്കിൽ ജീവാത്മ ചൈതന്യം വായുവിൽ മാങ്ങ തൂങ്ങി നിൽക്കുന്ന മാതിരി തൂങ്ങി നിൽക്കില്ല. ചക്ക തൂങ്ങി നിൽക്കുന്ന മാതിരി ജീവാത്മ ചൈതന്യം തൂങ്ങി നിൽക്കില്ല. പ്രകൃതി കൊടുത്ത ശരീരമുണ്ടെങ്കിൽ മാത്രമേ ജീവാത്മ ചൈതന്യം അതിനകത്ത് നിലനിൽക്കുള്ളൂ. സ്ഥഹ, പ്രകൃതി സ്ഥഹ നിലനിൽക്കുള്ളൂ. കാരണം ഗുണസംഗ അസ്യ സദ് അസത് യോനി ജന്മസു. ആ പ്രകൃതി കൊടുത്തിരിക്കുന്ന ശരീരവും ജീവാത്മ ചൈതന്യവും തമ്മിലുള്ള ബോണ്ടേജ്, അറ്റാച്ച്മെന്റ് അല്ല, ബോണ്ടേജ്, അത് സദ് അസദ് യോനി ജന്മസു. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. എന്താ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്? പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ്, വേദനയാണെങ്കിലും സുഖമാണെങ്കിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും, എന്താണെങ്കിലും, ഏത് തരത്തിലുള്ള ഇറിറ്റേഷൻ ആണെങ്കിലും, അതിന്റെ തലോടലാണെങ്കിലും, ടൺലപ്പിൽ കിടക്കുമ്പോഴുള്ള സുഖമാണെങ്കിലും, അല്ലെങ്കിൽ മണ്ണ് കൊതുകുള്ള സമയത്തെ ദുഃഖമാണെങ്കിലും, അത് ആ ജീവാത്മ ചൈതന്യവും പ്രകൃതി കൊടുത്ത അവയവങ്ങളും തമ്മിൽ ഒരുമിച്ച് ഗുണ സംഘ അസ്യ സദ് അസത് യോനി ജന്മസു. ഗുണസംഘം, ബോണ്ടേജ് ഉള്ളത് കൊണ്ടാണ് ജീവാത്മ ചൈതന്യം പ്രകൃതി തന്ന ശരീരത്തിനകത്ത് വ്യാപിച്ചു കിടക്കുന്നു. എവിടെ? അറിഞ്ഞൂടാ. ശരീരത്തിൽ ജീവനുള്ളത് എവിടെയാ? പണ്ട് ഡോക്ടർ പി രാമൻ സാറ് ഒരിക്കൽ പറയുകയുണ്ടായി, ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തൊരു കാഴ്ച കണ്ടു ഗോപാലകൃഷ്ണ. എന്താ അത്? ലെപ്രസി വന്നിട്ടാണ്, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ലെപ്രസി വന്നിട്ട് കൈകളെല്ലാം ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോയി, കാലുകളെല്ലാം പോയി 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 ഒരു മാംസപിണ്ഡം, രാവണന്റെ ബന്ധുവായ കബന്ധന്റെ ശരീരം പോലെ ഒരു ശരീരം ഞാൻ ഫോട്ടോയിൽ കണ്ടു. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ ശരീരത്തിന്റെ ഓരോ ഭാഗം പോയപ്പോഴും ജീവനുണ്ട്. പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മ ചൈതന്യം ആ ശരീരത്തില് കൈ പോയപ്പോഴും ഉണ്ട്, കാല് പോയപ്പോഴും ഉണ്ട്, വിരല് പോയപ്പോഴും ഉണ്ട്, പലതും പലതും ശരീരത്തിൽ നിന്ന് ദ്രവിച്ചു പോയപ്പോഴും ജീവനുണ്ട്. അപ്പൊ ജീവൻ എവിടെയായിരിക്കുന്നത്? അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല ജീവൻ ശരീരം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നുവെന്നോ? അപ്പൊ കൈ ആക്സിഡന്റിൽ മുറിഞ്ഞു പോയാൽ
കയ്യിലുള്ള ജീവൻ മാത്രം പോയോ, അല്ല ജീവന്റെ ഒരു അംശം പോയോ? യുദ്ധത്തിൽ പോയവന്റെ 2 കാലുകളും പോയി. അപ്പോ കാലിലെ ജീവൻ പോയോ, അല്ല ജീവന്റെ അംശം ഒരു പാർട്ട് കാലിലുണ്ടായിരുന്നു 20%, അത് പോയോ? അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. ഇതിനൊക്കെ ഉത്തരം പറയാം, അഭിപ്രായം പറയാം, ഉത്തരമല്ലാതെ. ദാറ്റ് ഈസ് യുവർ വ്യൂ പോയിന്റ്, യുവർ വിഷൻ. ഇറ്റ് മേ നോട്ട് ബി ട്രൂ, ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ. എത്ര ഗംഭീര അല്ലേ? എന്ത് സയൻസാ കൃഷ്ണൻ അടിച്ച് കലക്കുന്നതല്ലേ? പുരുഷ പ്രകൃതിസ്ഥഹ. ആ സ്തഹ എന്ന വാക്കിനാണ് പ്രത്യേകത. പ്രകൃതി തന്നിരിക്കുന്ന ശരീരത്തിൽ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെ ജീവാത്മാവ് നിലനിന്നുകൊണ്ട് ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതി കൊടുത്തിരിക്കുന്ന എല്ലാ ഗുണങ്ങളെയും ആ ജീവാത്മ ചൈതന്യം ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് തോന്നും എന്ന വാക്കിന്റെ അർത്ഥം, ജീവാത്മ ചൈതന്യം ഉണ്ടെങ്കിലേ ശരീരം അതിന്റെ സ്റ്റിമുലൈക്ക് വിധേയമാവുള്ളൂ. കാരണം ഗുണസംഗ അസ്യ സദ് അസദ്യോനിഷു. ആ ഗുണങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങൾ പ്രതികരിക്കുന്ന അവയവങ്ങളും ജീവാത്മാവും തമ്മിൽ അഭേദ്യമായ ബോണ്ടേജ് ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ ഹിന്ദു ധർമ്മം എത്രത്തോളം സയന്റിഫിക് ആണെന്ന് ചിന്തിച്ചു നോക്കാം. ഈവൻ മോസ്റ്റ് മോഡേൺ ഡോക്ടർക്കല്ലേ MBBS MD പഠിച്ചാൽ ഈ വിവരണം തരാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, അങ്ങേരുടെ ടേമിൽ പറയുമ്പോഴത്തേക്കും അതൊരു ബയോകെമിസ്ട്രിയുടെ ബന്ധനമില്ലാത്ത വിവരണമായിരിക്കും. ഇത് പ്യുവർ ജീവാത്മ ചൈതന്യത്തെയും പ്രകൃതിയെയും പ്രപഞ്ചപുരുഷ ചൈതന്യത്തെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു വിവരണമാണ് കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. ഇതെല്ലാമാണ് നമ്മുടെ ധർമ്മം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ധർമ്മം ലോകത്തിന് വിളമ്പിക്കൊടുക്കാൻ കൃത്യമായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പ് സ്വീകരിക്കാൻ ക്രിസ്ത്യാനികളെ പോലെ മിഷണറിമാര്, നല്ല മിഷണറിമാര്, അന്ധവിശ്വാസങ്ങൾ തൊട്ടു തീണ്ടാത്ത പ്യുവർലി സയൻസ് ചേർത്ത് ഭഗവത്ഗീതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര് ലോകത്തിലേക്ക് ഇറങ്ങിയാൽ ഹിന്ദു ധർമ്മം സ്വീകരിക്കാൻ മിനിറ്റുകൾ മതി. ഏതായാലും സയൻസ് ഒന്നും ചേർക്കാതെ ഭഗവത്ഗീതയും ഭാഗവതവും മാത്രം അതിന്റെ ആത്മീയതയിലൂടെ വിവരിക്കുമ്പോഴും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് എത്രായിരം വ്യക്തികളാണ്, സ്റ്റീവ് ജോബ്സ് ഉൾപ്പെടെ ഫോർഡ് കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്നേഴ്സ് എല്ലാം, ബുഷ് കമ്പനി, അമേരിക്കൻ പ്രസിഡന്റിന്റെ ബുഷായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇന്ന് ധർമ്മത്തിലേക്ക് വരുന്നു. ഇന്ന് ഒരു അസാധാരണ വാർത്തയും കേട്ടത്, പഴയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സൗദി അറേബ്യയില് രാമായണവും മഹാഭാരതവും പഠിപ്പിക്കാൻ തീരുമാനിച്ചതായിട്ട് അവിടുത്തെ കിങ് തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേക രീതിയിലുള്ള ഇംഗ്ലീഷിൽ പറയുന്നത്, രാമായണം ആൻഡ് മഹാഭാരത ടീച്ചിങ് ഇൻ അവർ സ്കൂൾസ്, അറബിയുടെ ഇംഗ്ലീഷില്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ലോകത്തിന്റെ മുമ്പിൽ വാരി വെതറാൻ ഹിന്ദുക്കൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഉറപ്പ് ഒരു 10-25 വർഷത്തിനുള്ളിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ജനതയുടെ വസുധൈവ കുടുംബം ആയി മാറും. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു. അമരത്വത്തിന്റെ പുത്രന്മാരെ എന്ന് വിളിക്കുന്ന ഒരു തലമുറ ലോകത്തിൽ വളർന്നു വരും, ഇറങ്ങി പുറപ്പെട്ടാൽ. ഏതായാലും നമ്മുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ഇപ്പൊ ലോകത്തിന്റെ മുമ്പിൽ തുറന്ന് അഭിമാനത്തോടുകൂടി ഒരു ഹിന്ദു ആണെന്നും ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വീക്ഷണങ്ങളും ലക്ഷ്യങ്ങളും പിന്നെ സമൂഹവും അതിന് തയ്യാറായിക്കൊണ്ട് തന്നെ ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുക്കാൻ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭാരത മാതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വാമി വിവേകാനന്ദൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.